ഫ്രണ്ട്സേ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ യു.എസിൽ കാലിഫോർണിയ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും കാണാതെ പോകരുതാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സാൻ ഫ്രാൻസിസ്കോയിലെ അൽക്കാട്രസ് ഐലൻഡിലുള്ള അൽക്കാട്രസ് ജയിൽ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണവും അത് ഈ ഐലൻഡിലാണെന്നുള്ളതാണ്. ആർക്കും അത്ര പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനോ അവിടുന്ന് പുറത്തു കടക്കാനോ സാധിക്കുകയില്ല. നമുക്ക് ഈ പ്രസന്റ് വിസിറ്റ് ചെയ്യണമെങ്കിലും ടിക്കറ്റ് എടുത്ത് ബോട്ട് വഴി മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. 1934 മുതൽ 1963 വരെയാണ് ഇത് ജയിലായി പ്രവർത്തിച്ചത്. ഇവിടെ പലയിടത്തും ഇന്ത്യൻ ലാൻഡെന്നും ഇന്ത്യനെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ ഞാനും ഒന്ന് അതിശയിച്ചു. അത് നമ്മളല്ല, അത് അമേരിക്കയിലെ നേറ്റീവ് ഇന്ത്യൻസ് ആണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം നിരവധി കൊടും ക്രൂര തടവുകാരെ ഇവിടെ പാർപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, ജയിലിലുള്ളവർക്ക് കടുത്ത നടപടികളും നേരിടേണ്ടി വന്നിരുന്നു. ബെബ്യാക്ക് എന്ന എഴുത്തുകാരി അവരുടെ ബുക്കായ ഐ വിറ്റ്നസ് ഓൺ അൽക്കാട്രസിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്തിരുന്നവർ അവരുടെ ഫാമിലിയോടൊപ്പം ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നതെന്നാണ്. ഏകദേശം 60 ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇവരുടെ കുട്ടികൾ എന്നും ഈ ഐലൻഡ് ക്രോസ് ചെയ്തിട്ടാണ് സാൻ ഫ്രാൻസിസ്കോയിലെ സ്കൂളിൽ പോയിരുന്നത്. ബെബ്യാക്കിന്റെ അച്ഛൻ ജയിലിലെ അസോസിയേറ്റ് വാർഡനായിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഏകദേശം 3 വർഷം ബെബ്യാക്ക് അവരുടെ പേരൻസിനോടൊപ്പം ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. 1963 ഈ ജയിൽ അടച്ചുപൂട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? 1962 ജൂണിൽ 3 തടവുപുള്ളികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടതാണ്. അവരെങ്ങനെയാണെന്നോ രക്ഷപ്പെട്ടത്? ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ അവരുടെ സാദൃശ്യത്തിലുള്ള ഡമ്മി തലകളുണ്ടാക്കി കട്ടിലിൽ വെച്ചിട്ടാണ് അവർ പോയത്. FBI ഇത് അന്വേഷിച്ചെങ്കിലും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതിന് ഒരു തെളിവ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പലരും പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട്. പക്ഷേ FBI അവസാനം ഔദ്യോഗികമായി പറഞ്ഞത് ഇവർ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ്. എന്താണ് സത്യമെന്ന് ആർക്കും അറിയില്ല.